രാവിലെ പാലും കുടിച്ച് വയറുവെപ്പിച്ച പൂച്ചക്കുഞ്ഞ് ഉറങ്ങാൻ വട്ടം കൂട്ടി. അത് കണ്ടപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടി പതിയെ പൂച്ചക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു. അല്ല, നീ ഉറങ്ങാൻ പോവുകയാണോ? അതെ, ഞാൻ എന്നും അതാണല്ലോ ചെയ്യുന്നത്. പാൽ കുടിച്ച് വയർ നിറഞ്ഞാൽ ഞാൻ അപ്പോൾ ഉറങ്ങും. നീ കുടിക്കുന്ന ഈ പാൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് നിനക്കറിയാമോ? പിന്നെന്താ, എനിക്കറിയാമല്ലോ. എവിടെ നിന്നാണ്? വരൂ, കാണിച്ചു തരാം. പൂച്ചക്കുഞ്ഞ് വേഗം അകത്തേക്ക് നടന്നു. പുറകെ പട്ടിക്കുട്ടിയും. തീൻമുറിയും കഴിഞ്ഞ് അടുക്കള എത്തിയപ്പോൾ പൂച്ചക്കുഞ്ഞ് നിന്നു. പിന്നെ അവിടെ മേശപ്പുറത്തിരുന്ന ഒരു പാത്രം ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, അതാ കണ്ടോ ആ പാത്രം? അവിടെ നിന്നാണ് എനിക്കും നിനക്കും എന്നും പാൽ വരുന്നത്. പട്ടിക്കുട്ടി നിലത്ത് കിടന്നുരുണ്ട് ചിരിച്ചു. എന്തിനാ നീ ചിരിക്കുന്നത്? പൂച്ചക്കുഞ്ഞിന് ദേഷ്യം വന്നു. ഇതിൽ നിന്നാണ് പാൽ വരുന്നത്, നീയാണ് മണ്ടൻ. പൂച്ചക്കുഞ്ഞ് ദേഷ്യത്തിൽ തിരികെ നടന്നു. അപ്പോഴേക്കും ചിരിച്ചു മതിയായ പട്ടിക്കുട്ടി എണീറ്റ് പുറകെ വന്നു. നീ എന്നോടൊപ്പം വാ, ഞാൻ കാണിച്ചു തരാം നമ്മൾ കുടിക്കുന്ന ഈ പാൽ എവിടെ നിന്നാണ് വരുന്നതെന്ന്. ഓഹോ, എന്നാൽ കാണണമല്ലോ. അടുക്കള വാതിൽ വഴി പുറത്തിറങ്ങിയ പട്ടിക്കുട്ടിയുടെ പുറകെ പൂച്ചക്കുഞ്ഞും നടന്നു. വീടിന് പുറകിലൂടെ കുറച്ചു ദൂരം നടന്നു പോയപ്പോൾ വലിയ കൊമ്പുള്ള ആട് ഒരു മരത്തണലിൽ കിടന്ന് അയവിറക്കിക്കൊണ്ടിരിക്കുന്നു. പൂച്ചക്കുഞ്ഞ് നേരെ ആടിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് പാല് നീയാണോ തരുന്നത്? മറുപടി ഒന്നും പറയാതെ പൂച്ചക്കുഞ്ഞിനെയും പട്ടിക്കുട്ടിയെയും ആട് പുച്ഛഭാവത്തിൽ നോക്കി. പിന്നെ ദൂരത്തേക്ക് നോക്കി അയവിറക്കിക്കൊണ്ട് കിടന്നു. പൂച്ചക്കുഞ്ഞെ, ആട് പാല് തരും, പക്ഷെ നമുക്ക് കിട്ടുന്ന ആ പാൽ ഈ ആടിന്റെ പാലല്ല. വാ, കാണിച്ചു തരാം. വീട്ടിൽ നിന്നും കുറച്ചുകൂടെ ദൂരെ ആയപ്പോൾ പൂച്ചക്കുഞ്ഞിന് പേടിയായി. നമുക്ക് തിരികെ പോയാലോ? എനിക്ക് പേടിയാവുന്നു. നീ എന്തിനാണ് പേടിക്കുന്നത്? ഞാനല്ലേ കൂടെയുള്ളത്. പട്ടിക്കുട്ടി ഗൗരവത്തിൽ മുന്നോട്ട് നടന്നു. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ അവിടെ അതാ ഒരു പശുത്തൊഴുത്ത്. അതിനകത്തായി 2 പശുക്കൾ നിൽപ്പുണ്ട്. ഒപ്പം നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു പശുക്കുട്ടിയും. പശുക്കൾ മുന്നിലിട്ടിരുന്ന പുല്ല് തിന്നുകൊണ്ടിരുന്നു. നീ കണ്ടോ? ഈ പശുക്കളാണ് നമ്മൾ കുടിക്കുന്ന പാല് തരുന്നത്. ആണോ? പക്ഷെ ഈ പശുക്കളെ ഞാൻ വീട്ടിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. അതിന്റെ പാൽ ഒരാൾ കറന്നെടുത്ത് വീട്ടിൽ കൊണ്ടുവരും. അതുകൊണ്ടാണ് നമ്മൾ പശുവിനെ വീട്ടിൽ കാണാത്തത്. അപ്പോഴേക്കും പശുക്കുട്ടി ചാടി എണീറ്റ് കഴുത്തിലെ മണി കിലുക്കി പശുവിൻ്റെ അടുത്ത് പോയി അകടിൽ നിന്നും പാല് കുടിച്ചു. ഹായ്, എന്ത് രസം! നമുക്കും ഇങ്ങനെ പാല് കുടിച്ചാലോ? എനിക്ക് വീണ്ടും വിശക്കുന്നു. പൂച്ചക്കുഞ്ഞിന് കൊതിയായി. നിനക്കും എനിക്കും പശുക്കുട്ടിയുടെ ഉയരമില്ല, അതുകൊണ്ട് പാലിങ്ങനെ കുടിക്കാൻ പറ്റില്ല. മാത്രമല്ല, പശുക്കുട്ടി അതിൻ്റെ അമ്മയുടെ പാലാണ് കുടിക്കുന്നത്. നമ്മളും നമ്മുടെ അമ്മയുടെ പാലാണ് കുടിക്കേണ്ടത്. എൻ്റെയും നിൻ്റെയും അമ്മമാർ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് പശുവിൻ്റെ പാൽ തരുന്നത്. എന്നാൽ പാല് തന്നതിന് ഞാൻ പശുവിനോട് നന്ദി പറയട്ടെ. നന്ദി പറയാൻ വേണ്ടി അടുത്തേക്ക് പോയാൽ അതിൻ്റെ ചവിട്ട് കിട്ടിയാലോ? ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി, ഞാനും പറയാം. നന്ദി പശു, ഞങ്ങൾക്ക് പാല് തരുന്നതിന് നന്ദി. പൂച്ചക്കുഞ്ഞും പട്ടിക്കുട്ടിയും ഉറക്കെ പറഞ്ഞു. പശു പൂച്ചക്കുഞ്ഞിനെയും പട്ടിക്കുട്ടിയെയും വകവെക്കാതെ പശുക്കുട്ടിയെ നക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു വലിയ ഇടിവെട്ടി. പേടിച്ചു പോയ പൂച്ചക്കുഞ്ഞും പട്ടിക്കുട്ടിയും ഒറ്റ ചാട്ടം ചാടി. പിന്നെ തിരിഞ്ഞ് അതിവേഗം വീട്ടിലേക്ക് ഓടി. എന്നിട്ട് തങ്ങളുടെ പുതപ്പിനടിയിൽ സുരക്ഷിതരായി കിടന്നു.